യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ വെരി ലോ ടെമ്പറേച്ചർ. ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ, അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഏതാണ്? ക്രയോമീറ്റർ. ക്രയോമീറ്റർ. ബാരോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നേ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാനാണ് ബാരോമീറ്റർ ഉപയോഗിക്കുന്നത്. പോളിയോമീറ്റർ ഉപയോഗിക്കുന്നതിനാ? പൈറോമീറ്റർ. ബോളോമീറ്റർ ഇലക്ട്രോമാഗ്നെറ്റിക് റേഡിയേഷൻ. പൈറോമീറ്ററോ? പൈറോമീറ്റർ അറിയില്ല സാർ. used to measure the temperature of distant objects. Pyrometer in different spectral ranges of measurement of many materials. First, color അളക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ. 2, കളർ ആൻഡ് ഹൈ സ്പീഡ് ഓഫ് പോളിമർ ഉപയോഗിക്കുന്നു. ഡിജിറ്റൽ ആൻഡ് ഹൈ ആക്യുറേറ്റ് ഇൻഡിവിജ്വൽ കൺസെൻറ്റ്, ഇതിനാണ് പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? പൈറോമീറ്റർ ഇൻ ഡിഫറൻറ്റ് സ്പെഷ്യൽ റേഞ്ചസ്. ഓക്കെ. പ്രത്യേക റേഞ്ചുകളെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കളറിൻ്റെ റേഞ്ച് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. കളർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഹൈ സ്പീഡ് പോളിമേഴ്സിൻ്റെ റേഞ്ച് ഡിഫറൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? പൈറോമീറ്റർ ഉപയോഗിക്കുന്നു. പിന്നെ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അതാണ് എ പൈറോമീറ്റർ ഈസ് എ ടൈപ്പ് ഓഫ് റിമോട്ട് സെൻസിങ് തെർമോമീറ്റർ. നമ്മളിപ്പോൾ കൊറോണ കാലത്ത് നമ്മുടെ ടെമ്പറേച്ചർ അളക്കുന്നില്ലേ? കൊറോണ കാലത്ത് ടെമ്പറേച്ചർ അളക്കുന്ന ഒരു തൊടാതെ ഒരു സാധനം കൊണ്ടല്ലേ അളക്കുന്നേ? ഇങ്ങനെ കയ്യേല്. അതെ. എ പൈറോമീറ്റർ ഈസ് എ ടൈപ്പ് ഓഫ് റിമോട്ട് സെൻസിങ് തെർമോമീറ്റർ യൂസ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ്. ഒരു വസ്തുവിൽ തൊടാതെ തന്നെ ആ വസ്തുവിൻ്റെ ടെമ്പറേച്ചർ അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് പൈറോമീറ്റർ. വേരിയസ് ഫോംസ് ഓഫ് പൈറോമീറ്റർ ഹാവ് ഹിസ്റ്റോറിക്കലി എക്സിസ്റ്റഡ്. പല നിറത്തിലും പല തരത്തിലും പല രൂപത്തിലുമുള്ള പൈറോമീറ്ററുകൾ വിപണിയിൽ അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും കൊറോണ കാലത്ത് പൈറോമീറ്റർ നിങ്ങൾ കണ്ടിരിക്കും. മനസ്സിലായോ? അടുത്തത്, ഡൊമസ്റ്റിക് ഇലക്ട്രിക് വയറിംഗ് ഈസ് ബേസിക്കലി എ ഡാഷ്. ഡൊമസ്റ്റിക് വീട്, ഇലക്ട്രിക് വയറിംഗ് വീട്ടിൽ നടത്തുന്ന വയറിംഗ് ഈസ് ബേസിക്കലി എ ഡാഷ്. എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് മക്കളെ? പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷൻ, സമാന്തരമായ കണക്ഷനാണ്. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബൾബ്, ഒരു സ്വിച്ച് ഇട്ടാൽ 10 ബൾബ് ഒരുമിച്ച് കത്തും. സീരിയൽ കണക്ഷനാണ്. ഒരു ബൾബ് ഓഫായി പോയാൽ അപ്പുറത്തെ കത്തത്തില്ല. മനസ്സിലായോ? ഒറ്റ സ്വിച്ച് കൊണ്ട് ഒന്നിലധികം ഉപകരണങ്ങളെ പ്രകാശിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുന്നതിനാണ് സീരിയൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ചില സ്ഥലങ്ങളിൽ മനസ്സിലായോ? അടുത്ത് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ വാഷിംഗ് മെഷീൻ ഈസ് ഡാഷ്. വാഷിംഗ് മെഷീന്റെ പ്രിൻസിപ്പിൾ എന്താ? ഏതാണ് മക്കളെ? എന്താണ്? സെൻട്രിഫ്യൂഗൽ അല്ലേ? സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒബ്ജക്റ്റ് ഒരു വസ്തുവിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഡസ്റ്റ് അതുപോലുള്ള മറ്റു പാർട്ടുകൾ ഉണ്ടെങ്കിൽ അത് തെറിച്ച് പുറത്തു പോകും. സെൻട്രിഫ്യൂഗേഷൻ. മനസ്സിലായില്ല സർ. ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ഷാഫ്റ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ്, ഒരു ബിന്ദുവിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ ഇളകുന്ന പാർട്ടിക്കിൾ, ഇളകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറിച്ച് പുറത്തു പോകും. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് നല്ലൊരു പരിപാടി ഇതാണ്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു
കവർ, പ്ലാസ്റ്റിക് കവർ എടുക്കുക, അതിനകത്ത് കുറച്ച് വെള്ളം നിറയ്ക്കുക, എന്നിട്ട് അതിനകത്ത് കയറ് കെട്ടുക, എന്നിട്ട് പ്ലാസ്റ്റിക് കവറെ പിടിച്ചൊന്ന് കറക്കുക, ഇതിന് ഒരു ഡോട്ടിട്ട് കുത്തി കൊടുത്താൽ മതി. ഈ വെള്ളം ഇങ്ങനെ കറങ്ങി തെറിച്ച് പോകുന്നതാണ് പുറത്തോട്ട്. കണ്ടുണ്ടോ? ദൂരെ തെറിച്ച് പോകും. അതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പ്രിൻസിപ്പിൾ. സോപ്പും വെള്ളവും ഒക്കെ ഇട്ട് നമ്മുടെ തുണി അങ്ങോട്ട് അലക്കാൻ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? അഴുക്ക് എന്ന് പറയുന്ന പാർട്ടുകൾ തുണിയിൽ നിന്ന് വേർപെടും. അപ്പോൾ ഇത് ഒരു തവണ ലെഫ്റ്റിലോട്ടും ഒരു തവണ റൈറ്റിലോട്ടും അല്ലേ കറങ്ങുന്നേ വാഷിംഗ് മെഷീൻ? കണ്ടിട്ടുണ്ടോ ഇതൊക്കെ? അങ്ങനെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും കറങ്ങുമ്പോൾ ഈ അഴുക്ക് എന്ത് ചെയ്യും? തുണിയിൽ നിന്ന് വേർപെട്ട് പോകും. അതിനെയാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ സെന്റർ പോയിന്റിലേക്ക് പാർട്ടിക്കിൾ വരുന്നതിനാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തെറിച്ചു പോകുന്നതിനെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഓസ്മോസിസ് കേട്ടിട്ടുണ്ടോ? ഓസ്മോസിസ് എന്ന് 2 ലായനികൾ ഒരു തിൻ ഷീറ്റ് കൊണ്ട് വേർപെടുത്തിയാൽ, കോൺസെൻട്രേറ്റ് ചെയ്ത എന്ന് പറഞ്ഞാൽ ഗാഢത കൂടിയ ലായനിയിൽ നിന്നും ഗാഢത കുറഞ്ഞ ലായനിയിലേക്ക് എന്തു ചെയ്യും? അതിൻ്റെ ലിക്വിഡ് ഫ്ലോ ചെയ്യും. അതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. വല്ലോ മനസ്സിലായോ? ഇല്ല സർ. അതായത് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കുന്നു, അതിൽ നല്ല പോലെ നമ്മൾ പഞ്ചസാരയോ ഉപ്പോ എന്തെങ്കിലും കലക്കി വെച്ചിട്ടുണ്ട്. മറ്റൊരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു, അതിൽ പഞ്ചസാരയോ ഉപ്പോ നമ്മൾ കലക്കി വെച്ചിട്ടില്ല എന്ന് കരുതുക. ഈ ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ് വെള്ളത്തിനെ നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പറോ അതുപോലെ എന്തെങ്കിലും കൊണ്ട് കവർ ചെയ്തിട്ട് രണ്ടാമത്തെ ഗ്ലാസ് വെള്ളത്തിനോട് ചേർത്ത് വെച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചാൽ പറഞ്ഞാൽ കമത്തി വെക്കണം കേട്ടോ, കമത്തി വെച്ചാൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര കലക്കിയ ലായനിയിൽ നിന്നും പഞ്ചസാര കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. പിടി കിട്ടിയ? ഓസ്മോസിസിന് ഉപയോഗിക്കുന്ന മെമ്പറൈൻ ഒരു പേര് പറയും. എന്തുവാ? സെമി പെർമിയബിൾ മെമ്പറൈൻ. യെസ്, സെമി പെർമിയബിൾ മെമ്പറൈൻ. വേണമെങ്കിൽ ആ സൈഡിൽ എഴുതി വെച്ചു. ഓസ്മോസിസിന് ഉപയോഗിക്കുന്ന മെമ്പറൈനെ സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറയും. ഓസ്മോസിസ്. ഇത് നമ്മൾ വേറൊരു പ്രിൻസിപ്പിളായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ചൂട് കൂടിയ ഒരു വസ്തുവും ചൂട് കുറഞ്ഞൊരു വസ്തുവും കോണ്ടാക്റ്റ് ചെയ്താൽ ചൂട് കൂടിയ വസ്തുവിൽ നിന്ന് ചൂട് കുറഞ്ഞ വസ്തുവിലേക്ക് രണ്ടിൻ്റെയും ചൂട് തുല്യമാകുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമെന്ന്. ഓർമ്മയുണ്ടോ? 10ാം ക്ലാസ്സിലും കണ്ട് പഠിച്ചതാ. ഓർമ്മയില്ല സർ. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞത് മക്കളെ, ഡിഫ്യൂഷൻ. According to Wikipedia, diffusion is the net movement of anything from a region of higher concentration to a region of lower concentration. എന്താ പറഞ്ഞതെന്നറിയാമോ? ഡിഫ്യൂഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് എനിത്തിങ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ഈ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിന് മാത്രമേ ഉള്ളൂ. ലിക്വിഡ് അല്ലാത്ത എല്ലാ പദാർത്ഥത്തിനും ഉപയോഗിക്കുന്നതിനാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? Osmosis takes place only in liquid, but diffusion takes place other than liquid. ചൂട് കൂടുതലാണെങ്കിലും തണുപ്പ് കൂടുതലാണെങ്കിലും തണുപ്പ് കുറഞ്ഞതാണെങ്കിലും ചൂട് കൂടുതലാണെങ്കിലും അങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും മറ്റൊരു പ്രതലത്തിലേക്ക് എന്ത് ചെയ്യുന്നതിനെയാണ് രണ്ടും ഈക്വൽ ആവുന്നതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറ്റ് കോൾഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്.
ലിക്വിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. റെഡി? ആ സർ. യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്? താഴെ പറയുന്നത് റോങ് എന്താണെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ പറയുന്ന ആ ക്വസ്റ്റ്യൻ അങ്ങ് തിരുത്തണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ് എന്നാകും. റോങ് അതേ ഓപ്ഷൻ തന്നെ വരണമെന്നില്ല, നമ്മൾ റൈറ്റ് ആണ് പഠിക്കേണ്ടത്. മനസ്സിലായോ? ആ സർ. യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റൈറ്റ്? ആർ എന്ന് മാറ്റണം. ഏതാണ്? സൗണ്ട് ട്രാവൽസ് ഫാസ്റ്റർ ഇൻ വാക്വം ദാൻ എയർ, അതാണ് റോങ്. അതിൻ്റെ ശരിയായ എന്താണ്? ഏറ്റവും കൂടുതൽ സൗണ്ട് പാസ് ചെയ്യുന്ന എയറിനെ അപേക്ഷിച്ച് എവിടെയാണ്? വാക്വത്തിലാണ്. സൗണ്ട് ട്രാവൽ ഫാസ്റ്റർ ഇൻ വാക്വം ദാൻ ഇൻ എയർ. ഓക്കെ. അടുത്തത് സൗണ്ട് ട്രാവൽസ് ഇൻ സ്ട്രേറ്റ് ലൈൻ, ദാറ്റ് ഈസ് കറക്റ്റ്. ശബ്ദം എപ്പോഴും സ്ട്രേറ്റ് ലൈനിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അല്ല, ശബ്ദം വളഞ്ഞു സഞ്ചരിക്കും. കേട്ടോ? ആ, ശബ്ദം വളഞ്ഞു സഞ്ചരിക്കും. സൗണ്ട് ട്രാവൽസ് ഇൻ സ്ട്രേറ്റ് ലൈൻ, അത് റോങ് ആണ് കേട്ടോ. അവർക്ക് പ്രിന്റിംഗ് മിസ്റ്റേക്ക് പറ്റിയതാ. സൗണ്ട് ട്രാവൽസ് ഇൻ സ്ട്രേറ്റ് ലൈൻ, ദാറ്റ് ഈസ് റോങ്. സൗണ്ട് വളഞ്ഞു സഞ്ചരിക്കും. സൗണ്ട് ട്രാവൽസ് ഇൻ വേവ്സ്, ദാറ്റ് ഈസ് കറക്റ്റ്. അത് ശരിയാണ്. സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി, ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഓക്കെ. അപ്പോൾ ആദ്യത്തത് ശരിയല്ല, രണ്ടാമത്തെ ശരിയാണ്, മൂന്നാമത്തെ ശരിയാണ്. സൗണ്ട് ട്രാവൽ ഫാസ്റ്റർ ഇൻ വാക്വം, സൗണ്ട് ട്രാവൽ ഫാസ്റ്റർ ഇൻ വാക്വം, പക്ഷെ അത് ശരിയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അവർക്കതിൽ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് കേട്ടോ. ഏതാണ് അതിനകത്തെ ഓപ്ഷൻ കൊടുക്കേണ്ടത്? റോങ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കേണ്ടത് എ ആണ്. ഡി അവർ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ മക്കളെ? ആ സർ. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിസിക്കൽ ചേഞ്ച്? താഴെ പറയുന്നതിൽ ഫിസിക്കൽ ചേഞ്ച് അല്ലാത്തത് ഏതാണ്? അതും നെഗറ്റീവാണ് കൊടുത്തേക്കുന്നത്. മാഗ്നറ്റിസം ഓഫ് അയൺ, ഇറ്റ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച്, അത് കെമിക്കൽ ചേഞ്ച് അല്ല. ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും ആണുള്ളത് അല്ലേ? അല്ലേ? മിണ്ടുന്നില്ലേ? രണ്ട് തരം ചേഞ്ചാണുള്ളത്. ഒന്ന് ഫിസിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു മറ്റൊരു വസ്തു ആവും, പിന്നെ അതിനെ തിരിച്ച് അതേ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇറ്റ് ഈസ് ഫിസിക്കൽ ചേഞ്ച്. ഒരു വസ്തു മറ്റൊരു വസ്തു ആവും, പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, അത് കെമിക്കൽ ചേഞ്ച്. ഡ്രോപ്പിംഗ് ഓഫ് എ ഐസ് ഓഫ് സോഡിയം അമാൽഗം ഇൻ വാട്ടർ. സോഡിയം അമാൽഗം എന്ന് പറയുന്ന സാധനം വാട്ടറിലിട്ടാൽ അത് പിന്നെ തിരിച്ച് സോഡിയം എടുക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല. അതെന്ത് ചേഞ്ചാണ്? കെമിക്കൽ ചേഞ്ചാണ്. സോഡിയം വെള്ളത്തിയിട്ട് കണ്ടിട്ടുണ്ടോ? കത്തും, കത്തി അങ്ങ് പോകും, പിന്നെ സോഡിയം കിട്ടുകയില്ല. അവിടെ ഇരിക്കോ ലാവിനിട്ടുണ്ട്. ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. സർ ഇപ്പൊ പറഞ്ഞു, ഒന്നും കൂടി പറഞ്ഞു. ഡ്രോപ്പിംഗ് ഓഫ് എ പീസ് ഓഫ് സോഡിയം അമാൽഗം ഇൻ വാട്ടർ. സോഡിയം അമാൽഗം എന്ന് പറയുന്ന സാധനം വെള്ളത്തിലിട്ടാൽ അത് കത്തി അങ്ങ് പോകും, പിന്നെ സോഡിയം തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ദാറ്റ് ചേഞ്ച് ഈസ് എ കെമിക്കൽ ചേഞ്ച്. മനസ്സിലായോ? യെസ്. അത് അഡീഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിലിട്ട് കലക്കുന്നു, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റുമോ? എന്താ മിണ്ടാത്തെ? പറ്റൂലേ? പറ്റും. ബോയിലിംഗ് ഓഫ് വാട്ടർ, വെള്ളം തിളയ്ക്കുന്നു, ഫിസിക്കൽ ചേഞ്ചോ കെമിക്കൽ ചേഞ്ചോ? ഫിസിക്കൽ ചേഞ്ച്. അപ്പോൾ കെമിക്കൽ ചേഞ്ച് ഏതാനകത്ത്? ഡ്രോപ്പിംഗ് ഓഫ് എ പീസ് ഓഫ് സോഡിയം അമാൽഗം ഇൻ വാട്ടർ. മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം അത് ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ അസസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. പിടികിട്ടി കാണും അല്ലേ?
ആ സർ. PV, PV, pressure and volume. P means pressure, V means volume, equals nRT. n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ. R എന്താണ്? റെസിസ്റ്റൻസ് അല്ലേ? T ടെമ്പറേച്ചർ അല്ലേ? വിച്ച് ലോ ഈസ് ദിസ്? ഏതാണ്? PV is equal to nRT എന്ന് പറഞ്ഞതാണ്. PV equals nRT. According to Westfield State University, the ideal gas law PV equals nRT. Robert Boyle found PV equals a constant. That is, the product of the pressure of a gas times the volume of a gas is a constant for a given sample of gas. In Boyle's experiments, the temperature did not change, nor did the number of moles of gas present. അപ്പോൾ അതിൽ അവർ തന്നേക്കുന്ന ഓപ്ഷനിൽ തെറ്റുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ബോയ്സ് ലോ. ഏതാണ്? ഇറ്റ് ഈസ് ബോയ്സ് ലോ Boys. കേട്ടോ. ഒന്നാണ് ശരി. അവിടെ കൊടുത്തേക്കുന്ന ഓപ്ഷൻ എത്ര? 82. ഡി ആണ് സർ. ഡി ആണ്. അത് തെറ്റാണ് കേട്ടോ. അത് എ ആണ് ശരി. ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ? സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ To every action there is an equal and opposite reaction. To every action. ഫസ്റ്റ് ലോ അല്ലേ? അത് ഫസ്റ്റ് ലോ അല്ലേ? ഫസ്റ്റ് അത് തേർഡ് ലോയാ. ഫസ്റ്റ് ലോ എന്താ പറയുന്നേ? ഫസ്റ്റ് ലോ എന്താ പറയുന്നേ? സ്റ്റേബിൾ ആയ ഒരു ഇതിനെ മൂവ് ചെയ്യാൻ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഡൗട്ട് ഉണ്ട്. ഇപ്പം നോക്കാം. വാട്ട് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ? According to Khan Academy, Newton's third law, if an object A exerts a force on object B, then object B must exert a force of equal magnitude in opposite direction back on object A. കേട്ടോ. To every action there is an equal and opposite reaction എന്ന് പറയുന്നതാണ് തേർഡ് ലോ ഓഫ് മോഷൻ. സെക്കൻഡ് ലോ എന്താ പറയുന്നത്? സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എന്താ മക്കളെ സെക്കൻഡ് ലോ പറയുന്നത്? വാട്ട് ഈസ് ദ സെക്കൻഡ് ലോ ഓഫ് മോഷൻ? According to Khan Academy, Newton's second law states that the acceleration of an object is directly related to the net force and inversely related to its mass. എന്താ പറഞ്ഞത്? ഒരു വസ്തുവിൽ ഒരു ആക്സിലറേഷൻ കൊടുത്താൽ, മൂവിങ് എന്ന ഒരു വസ്തുവിൽ ഒരു ആക്സിലറേഷൻ കൊടുത്താൽ അത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലും അതിൻ്റെ മാസിൻ്റെ വിപരീത അനുപാതത്തിലുമായിരിക്കും. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെത്ര കണ്ടൻ്റ് ആണോ വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നത് അതിന് വിപരീത അനുപാതത്തിലുമായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഒരു വസ്തു കൂടുതൽ ഓടും. പക്ഷേ അതിന് മാസ് കൂടുതലാണെങ്കിൽ വിപരീത അനുപാതത്തിലേ പ്രവർത്തിക്കുന്നു. മനസ്സിലായോ? PV is equal to nRT എല്ലാം എഴുതിയോ? എഴുതിയോ മക്കളെ നിങ്ങൾ? എഴുതി. P എന്ന് പറഞ്ഞാൽ എന്താ? What is P? PV is equal to nRT. പ്രഷർ. PV is equal to nRT. P പ്രഷർ, V വോളിയം. P പ്രഷർ, V വോളിയം. എന്നോ? നമ്പർ. യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് എന്നാ എന്നെ പറയുന്നത് കേട്ടോ. യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്. PV is equal to nRT. PV is equal to nRT. അതിൽ ഇവിടെ പറയുന്നുണ്ടേ. R എന്താ? ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് N കേട്ടോ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കോൺസ്റ്റന്റ് അല്ല മക്കളെ കേട്ടോ. മാറിപ്പോയതാ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സബ്സ്റ്റൻസ്. R എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്. T ടെമ്പറേച്ചർ. എഴുതിയോ? ആകെ കൺഫ്യൂഷൻ ആയി സർ. ഒന്നും കൂടെ. P സമം പ്രഷർ, V സമം വോളിയം,
N സമം നമ്പർ ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. R സമം ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്. T സമം ടെമ്പറേച്ചർ. എഴുതിയോ? PV is equal to nRT. It is related to Boyle's law. Ready? sir. Yes. അതിൽ നമ്മൾ വായിച്ച കേട്ടെ. 77. Instrument used to measure very low temperature, cryometer. 78. Domestic electric wiring is basically a parallel connection. 79. The working principle of a washing machine is centrifugation. 80. Which of the following statement is wrong? Sound travels in a straight line. 81. Which one of the following is not a physical change? Dropping a piece of sodium amalgam in water. 82. PV is equal to nRT represents Boyle's law. Yes, അഞ്ജുഷ വായിച്ചേ. കൂടെ വായിച്ചേ. 77. Instrument used to measure very low temperature, cryometer. 78. Domestic electric wiring is basically a parallel connection. 79. The working principle of a washing machine is centrifugation. 80. Which of the following statement is wrong? Sound travels in a straight line. 81. Which one of the following is not a physical change? Dropping a piece of sodium amalgam in water. 82. PV is equal to nRT represents Boyle's law. Yes, സരിക വായിച്ചേ. The instrument used to measure very low temperature, cryometer. Domestic electric wiring is basically a parallel connection. Working of a washing machine is based on centrifugation. Wrong statement. Sound travels in straight line. Which of the following is not a physical change? Dropping of sodium amalgam in water. PV is equal to nRT related to which law? Boyle's law. 83. Potential energy is described by expression dash. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഏതാണ്? പൊട്ടൻഷ്യൽ എനർജി ഏതാണ്? പൊട്ടൻഷ്യൽ എനർജി മീൻസ് P is equal to mgh. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ P E. M എന്ന് പറഞ്ഞാൽ മാസ്, G എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, H എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. പൊട്ടൻഷ്യൽ എനർജി മീൻസ് P E is equal to mgh. Okay. When a force acts in a direction of motion, the body then works done is called dash. When a force acts in the direction of motion, ഒരു സൈക്കിൾ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പുറകിൽ അതേ ഡയറക്ഷനിൽ തന്നെ സൈക്കിളിനെ ഒന്ന് ഉന്തിയാൽ എന്തു ചെയ്യും? ആ വർക്ക് കൂടുമോ കുറയുമോ എന്നാ ചോദ്യം. എന്താണ് വർക്ക്? ദ വർക്ക് ഡൺ ഈസ് പോസിറ്റീവ് അല്ലേ? When a force, ഒരു ബലം, ആക്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ഒരാൾ പുറകെ വന്നൊരു ഫോഴ്സ് പ്രയോഗിച്ചു. ദ ബോഡി ദെൻ വർക്ക് ഡൺ ഈസ് ഡാഷ്. ആ ബോഡിക്ക്, ആ വസ്തുവിന് ഒരു വർക്ക് ഉണ്ടാകും എങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കുമോ, നെഗറ്റീവ് ആയിരിക്കുമോ, സീറോ ആയിരിക്കുമോ എന്നാ ചോദ്യം. അതിനാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ഒരു കൊച്ചുകുട്ടി സൈക്കിൾ ചവിട്ടുന്നു. അപ്പോൾ സൈക്കിൾ ചവിട്ടുമ്പോൾ അതിന് സ്പീഡ് കുറവായതുകൊണ്ട് നമ്മൾ പുറകേൽ ഇങ്ങനെ ഉന്തി കൊടുക്കുന്നു, തള്ളി കൊടുക്കുന്നു. അത് വർക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ? പോസിറ്റീവ്. അതാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞത്. 84 പോസിറ്റീവ്. ഓക്കെ, അടുത്തത്
85. For an object thrown vertically upwards 90 ഡിഗ്രി ഒരു സാധനം നമ്മൾ മേളോട്ടങ്ങ് എറിയുക. ഒരു വസ്തു നമ്മൾ മുകളിലേക്ക് എറിയുന്നു വെർട്ടിക്കലി അപ്വേർഡ്സ് എങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ബോത്ത് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഡിക്രീസസ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനുണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തുവിൻ്റെ എനർജി കുറയുമോ കൂടുമോ? മുകളിലേക്ക് എറിയുന്ന വസ്തുവിഷൻ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഡിക്രീസസ്. മനസ്സിലായല്ലോ? ഒരു കല്ലെടുത്തു നമ്മുടെ കയ്യിൽ വെച്ചു, അതിനുള്ളത് പൊട്ടൻഷ്യൽ എനർജിയാണ്. മുകളിലേക്ക് എറിഞ്ഞു, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് പ്ലസ് കൈനറ്റിക് എനർജി ഉണ്ട്. ഇത് രണ്ടും മുകളിലേക്ക് പോകുന്ന ഒരു ഒബ്ജക്റ്റിന് കുറഞ്ഞു. ഹലോ പറ. യെസ്. ഞാൻ പറഞ്ഞ വല്ലോ മനസ്സിലായോ? മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തുവിന് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന എനർജി കൂടും, കൈനറ്റിക് എനർജി കുറയും. കുറഞ്ഞ് കൈനറ്റിക് എനർജി സീറോയിലാവും. അടുത്തത്, വാട്ട് ഹാപ്പൻസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആസ് ഇറ്റ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റയർ മീഡിയം. ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും റയർ മീഡിയത്തിലേക്ക് എന്തു പോയാൽ, ലൈറ്റ് ട്രാവൽ ചെയ്താൽ അതിൻ്റെ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വെലോസിറ്റി ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റാത്തതെന്ന അർത്ഥം. അവിടെ നോക്കിയേ, ഇൻവിസിബിൾ ലൈറ്റ്, ധവളപ്രകാശത്തിൽ, കാണാൻ പറ്റുന്ന പ്രകാശത്തിൽ, ദ കളർ ഹാവിങ് ദ ഹയസ്റ്റ് എനർജി ഈസ് 4 ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഏതിനാണ് ഹയസ്റ്റ് എനർജി ഉള്ളത്? വയലറ്റ്. അത് പഠിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ക്ലൂ പറഞ്ഞു തന്നായിരുന്നു. എന്താണ്? അടുത്തത്, ദ റിങ്സ് അറൗണ്ട് ദ സൺ ഈസ് ഡ്യൂ ടു ദ ലൈറ്റ് ഫിനോമിന ഓഫ് ഡാഷ്. റിങ്സ് അറൗണ്ട് ദ സൺ, സൂര്യനെ നോക്കുമ്പോൾ സൂര്യന് ചുറ്റും റിങ്ങുകൾ കാണപ്പെടുന്നു. എന്താണ്? പ്രകാശത്തിൻ്റെ ഏത് പ്രക്രിയയാണ് അത് കാണപ്പെടുന്നത്? ഏതാണ്? ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ് കേട്ടോ. ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. സ്കാറ്ററിങ് കൊണ്ടുള്ള എന്താ കാണുന്നത്? സ്കാറ്ററിങ്, ആകാശം നീലയെ കാണുന്നു, സ്കാറ്ററിങ് അല്ലേ? പുഴ നീലയെ കാണുന്നു, കടൽ നീലയെ കാണുന്നു, അതാണ് സ്കാറ്ററിങ്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തോ മക്കളെ? റിഫ്രാക്ഷൻ. എന്താ റിഫ്രാക്ഷൻ? According to Science Learning Hub, refraction is the bending of light as it passes from one transparent substance into another. This bending by refraction makes it possible for us to have lenses, magnifying glasses, prisms and rainbows. Yes. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് കയറുമ്പോൾ അത് ബെൻഡ് ചെയ്യും അല്ലേ? ഈ പ്രക്രിയയാണെന്ന് പറയുന്നത് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളത്തിലൂടെയോ പ്രിസത്തിലൂടെയോ റിഫ്രാക്ഷൻ സംഭവിച്ചാൽ നമുക്ക് റെയിൻബോ കാണാൻ പറ്റും അല്ലേ? യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, റെയിൻബോ കാണാൻ പറ്റുന്ന പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അത് പഠിപ്പിച്ചില്ലെന്ന് പറയരുത്. ഓക്കെ, നെക്സ്റ്റ് ഒരെണ്ണം കൂടെ അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഏതാണെന്ന് അറിയാമോ? ഏതാ? ഡിസ്പെൻസേഷൻ ഓഫ് ലൈറ്റ്. ഡിസ്പെൻസേഷൻ. എന്താണ് ഡിസ്പെൻസേഷൻ? This is the definition of dispensation. Exemption from a rule or usual requirement.
എന്താണ്? എക്സംഷൻ ഫ്രം എ റൂൾ യൂഷ്വലി റിക്വയർമെൻറ്റ്. സാധാരണ ഉള്ള നിയമത്തിൽ നിന്ന് മാറിപ്പോകുന്നതിനെയാണ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത് കേട്ടോ. ഡിസ്പെൻസേഷൻ അല്ല, ഡിസ്പേഴ്സൺ. എന്തുവാ ഡിസ്പേഴ്സൺ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞാൽ? അത് വേറെയാ കേട്ടോ, നമ്മൾ എഴുത്തത് വേറെയാ. ഡിസ്പേഴ്സൺ ഓഫ് ലൈറ്റ്. ഡിസ്പേഴ്സൺ ഓഫ് ലൈറ്റ്. ഡിസ്പേഴ്സൺ ഓഫ് ലൈറ്റിന് എന്തോ പറയും? ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ അത് റെയിൻബോ ഉണ്ടാക്കുന്ന പ്രക്രിയയാണെന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത്. മലയാളത്തിൽ എന്തോ പറയാനേ മക്കളെ? പ്രകാശവികിരണം. മലയാളത്തിൽ പ്രകീർണനം എന്ന് പറയും അല്ലേ? അങ്ങനല്ലേ? മിണ്ടുന്നില്ലേ? ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് പ്രകാശം ചലിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ബെൻഡ് ചെയ്യും. ഉദാഹരണത്തിന് ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂൺ ഇട്ടിട്ട് നോക്കുകയാണെങ്കിൽ വെള്ളത്തിന് താഴെ കാണുന്ന സ്പൂണ് വലുതായി കാണും അല്ലേ? അല്ലേ? ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിനകത്ത് സ്പൂൺ ഇട്ടിട്ട് നോക്കുകയാണെങ്കിൽ വെള്ളത്തിന് താഴെ കാണുന്ന സ്പൂണ് വലുതായി കാണത്തില്ലേ? അതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഡിസ്പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് കടക്കുമ്പോൾ ആ തൊട്ടപ്പുറത്ത് റെയിൻബോ കാണും. അതിന് എന്തോ പറയും? ഡിസ്പേഴ്സൺ എന്ന് പറയും. മലയാളത്തിൽ പ്രകീർണനം എന്ന് പറയും. മനസ്സിലായോ? രാമൻ എഫക്റ്റ്. എന്താണ് രാമൻ എഫക്റ്റ്? രാമൻ എഫക്റ്റ് ഈസ് റിലേറ്റഡ് ടു ഡാഷ്. എന്താ മക്കളെ? Scattering of light. Scattering of light. രാമൻ എഫക്റ്റ്. രാമൻ എന്ന് പറഞ്ഞ നമ്മുടെ ഫിസിക്സിലെ ശാസ്ത്രജ്ഞൻ ബോട്ടിലല്ല, ഇത് കപ്പലിൽ തിരിച്ചിങ്ങോട്ട് വരികയായിരുന്നു. ആ സമയത്ത് നദീജലം ഇങ്ങനെ നീലയെ കാണപ്പെടുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയ തിയറിയാണ് രാമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? യെസ്. വായിക്കൂ കേക്കട്ടെ. 83. Potential energy is described by the expression P is equal to mgh. 84. When a force acts in the direction of motion of the body, then work done is positive. 85. For an object to throw vertically upwards, potential energy increases and kinetic energy decreases. 86. What happens to velocity of light as it travels from a denser medium and rarer medium? Increases. 87. In visible light, the color having highest energy is for violet. 88. Rings around the sun is due to the light phenomena, diffraction. 89. Raman effect is related to scattering of light. 83. Potential energy is described by the expression P is equal to mgh. 84. When a force acts in the direction of motion of the body, then work done is positive. 85. For an object thrown vertically upwards, potential energy increases and kinetic energy decreases. 86. What happens to velocity of light as it travels from a denser medium to rarer medium? Increases. 87. In visible light, the color having highest energy is for violet. 88. Rings around the sun is due to the light phenomenon, diffraction. 89. Raman effect is related with the scattering of light. സരിക വായിക്കേ. Potential energy is expressed in the form to mgh.
When a force acts in a direction of motion, the body of work done is positive. When an object thrown vertically upwards, the potential energy increases, kinetic energy decreases. What happens to the velocity of light when it travels to a lower density medium to a higher density medium? Velocity increases. The rings around the sun is due to the phenomena diffraction of light. Raman effect is related to scattering of light. Yes. Of light when it travels to higher density to lower density. What happened to the velocity of light as it travel from the denser medium? Density എന്ന് പറഞ്ഞാൽ എന്താ? കാഠിന്യം ലൈറ്റിന്റെ. കാഠിന്യം കൂടിയത്. കാഠിന്യം കൂടിയ ഇതിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്നത് സ്പീഡ് കൂടുമോ കുറയുമോ? കാഠിന്യം കൂടിയ ഒരു സർഫസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ സ്പീഡ് കൂടുമോ കുറയുമോ? കുറയല്ലേ. കാഠിന്യം കൂടിയതിൽ സഞ്ചരിക്കുമ്പോൾ എന്തു ചെയ്യും? കുറയും. ശരിയല്ലേ? അതിൽ നിന്നും റയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? സ്പീഡ് കൂടും. തിരിച്ചു ചോദിച്ചാൽ കുറയും. റയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് കടന്നാൽ എന്ത് ചെയ്യും? കുറയും. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസ് കണ്ടെയ്ൻഡ് മോർ ഇൻ എ സബ്സ്റ്റൻസ്, അല്ലേ? പാർട്ടിക്കിൾ കണ്ടെയ്ൻ മോർ ഇൻ എ സബ്സ്റ്റൻസ്, ദാറ്റ് ഈസ് ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ എന്താ? മാറ്റർ കണ്ടെയ്ൻ ഇൻ എ ബോഡി, ദാറ്റ് ഈസ് കോൾഡ് ഡെൻസിറ്റി, അല്ലേ? ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൽ മോളിക്യൂളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അത് ഡെൻസിറ്റി കൂടുതലാണെന്ന് പറയും. മോളിക്യൂളുകളുടെ എണ്ണം കുറവാണെങ്കിൽ ഡെൻസിറ്റി കുറവാണെന്ന്, അല്ലേ? അങ്ങനല്ലേ ശരിക? അതെ. അപ്പോൾ ഡെൻസിറ്റി കൂടിയ സ്ഥലത്തു കൂടെ പ്രകാശം സഞ്ചരിക്കുന്നു, അപ്പോൾ വേഗത കുറവായിരിക്കും. അപ്പോൾ റയറർ മീഡിയത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ കൂടുതലായിരിക്കും. മനസ്സിലായോ? കൂടും. തിരിച്ച് ആ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കും. റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ചോദിച്ചാൽ നമ്മൾ തിരിച്ചെഴുതണം, ഡിക്രീസസ് എഴുതണം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ച് അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതാവൂ. ശരി. യെസ്. നീ എത്ര? 90 അല്ലേ? When convex lens is placed in a water, its focal length dash. Convex lens എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അഞ്ജുഷ മോളെ. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സർഫസ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, രണ്ട് വശത്തും സർഫസ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കോൺവെക്സ് ലെൻസ് ഈസ് പ്ലേസ്ഡ് ഇൻ എ വാട്ടർ ഓഫ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യുന്നു? ഒരു വെള്ളത്തിലിട്ടിരിക്കുന്നു. അതിന്റെ ഫോക്കൽ ലെങ്ത് കൂടുമോ കുറയുമോ? ഇൻക്രീസസ്, കൂടും. ഫോക്കൽ ലെങ്ത് ഇൻക്രീസസ്. ഫോക്കൽ ലെങ്ത് കൂടും. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരു ഒബ്ജക്റ്റിനെ കാണാൻ ഫോക്കസിലുള്ള ഒരു ഒബ്ജക്റ്റിനെ കൃത്യമായി കാണാൻ പറ്റുന്ന ഏറ്റവും ദൂരത്തിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്, അല്ലേ? യെസ്. അപ്പോൾ when a convex lens is placed in a water of its focal length increases. അടുത്ത voice of two persons can recognize by its dash. രണ്ട് വ്യക്തികളുടെ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്തുകൊണ്ട്? because of its quality, അല്ലേ? അവിടെ അഞ്ജുഷ ഇരുന്ന് സംസാരിച്ചാൽ എനിക്കറിയാം അഞ്ജുഷ സംസാരിച്ചതാണ്.
അഖിലയുടെ ശബ്ദം എനിക്കറിയാം, സരികയുടെ ശബ്ദവും എനിക്കറിയാം, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഡിഫറെൻറ്റ് ക്വാളിറ്റി. ഓക്കെ, അടുത്തത് ദ സ്കെയിൽ വിച്ച് നെവർ ഷോസ് നെഗറ്റീവ് വാല്യൂ. നെഗറ്റീവ് വാല്യൂ ഒരിക്കലും കാണിക്കാത്ത സ്കെയിലാണ് ഏത് സ്കെയില്? കെൽവിൻ സ്കെയിൽ. എന്ത് സ്കെയില്? കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിൽ. അപ്പോൾ ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും റാങ്കൈനും ഒക്കെ നെഗറ്റീവ് വാല്യൂ കാണിക്കുന്നതാണ്. മനസ്സിലായോ? ഡിഗ്രി സെൽഷ്യസ് 0 ഡിഗ്രി കാണിക്കും, നെഗറ്റീവ് 1 കാണിക്കും. ഓക്കെ, അബ്സല്യൂട്ട് 0 വരെ സെൽഷ്യസ് സ്കെയിൽ കാണിക്കും. അടുത്തത് മൺസൂൺ ആൻഡ് ട്രേഡ് വിൻഡ്സ് ആർ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. മൺസൂണും ട്രേഡ് വിൻഡും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കൺവെക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ചാലനം. നിങ്ങൾ പഠിച്ചു കാണും. ചാലനം, സംവഹനം, വികിരണം. ചാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ഷൻ. സംവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവെക്ഷൻ. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വികിരണം. ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേപ്പർ ആവുന്നു. ഓക്കെ, ചാലനം, സംവഹനം, വികിരണം. അതിൻ്റെ ചാലനം എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ. ചാലനം എന്ന് പറഞ്ഞാൽ എന്താ? വൈദ്യുതി, ചൂട് എന്നിവ ഒരു തന്മാത്രയിൽ നിന്ന് ഒരു തന്മാത്രയിലേക്ക്, സോളിഡ് തന്മാത്രയിൽ നിന്ന് സോളിഡ് തന്മാത്രയിലേക്ക് പാസ് ചെയ്യുന്നതിനാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. കണ്ടക്ടർ. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു ദ്രാവക തന്മാത്രയിൽ നിന്ന് മറ്റൊരു ദ്രാവക തന്മാത്രയിലേക്ക് ചൂട് അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വായു തന്മാത്രയിലൂടെ എന്ത് ചെയ്യുന്നത്? ചൂട് അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നതാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. മൊബൈൽ ഫോണിന് നമ്മൾ പറയുന്ന റേഡിയേഷൻ കുറവുണ്ടെന്ന് അല്ലേ? സിഗ്നൽ കുറവുണ്ട്, റേഡിയേഷൻ കുറവ്. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജലം എന്താകും? വായുവായി മാറുന്ന പ്രക്രിയയാണ് ഇവാപ്പറേഷൻ. ഡിഡ് യു അണ്ടർസ്റ്റുഡ്? ഇനിയാണ് നമ്മൾ ആൻസറിലേക്ക് പോകുന്നത്. മൺസൂൺ ആൻഡ് ട്രേഡ് വിൻഡ്. മൺസൂൺ കാറ്റുകൾ, ട്രേഡ് കാറ്റുകൾ, ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദ കൺവെക്ഷൻ. എന്ത് കൺവെക്ഷൻ? എന്ത് കൺവെക്ഷൻ? വായുവിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ജലത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടാകുന്നത് കാറ്റടിക്കുന്നത് അല്ലേ? കടലിലെ ജലത്തിലെ ജലഗണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടാകുന്നത് കാറ്റടിക്കുന്നത്. മനസ്സിലായോ? യെസ്. അത് കണ്ടക്ഷൻ എന്താണ്, കൺവെക്ഷൻ എന്താണ്, റേഡിയേഷൻ എന്താണെന്ന് കൃത്യമായി അറിയണം. ഓക്കെ, അടുത്തത്. What will be the effect of a moving lift on a person's mass? What will be the effect of a moving lift when a person's mass? ഒരു വ്യക്തിയുടെ മാസും മൂവിങ് ലിഫ്റ്റും എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. എങ്ങനെയായിരിക്കും? റിമെയിൻ കോൺസ്റ്റന്റ്. റിമെയിൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും സ്ഥിരമായിരിക്കും. മൂവിങ് ലിഫ്റ്റിൻ്റെ മാസും ഒരു മനുഷ്യൻ്റെ മാസും കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരമായിരിക്കും. മനസ്സിലായോ? ഒരു ലിഫ്റ്റ് മൂവ് ചെയ്യുന്നു, നമ്മൾ 10 പേര് അതിനകത്ത് നിൽപ്പുണ്ട്, നമ്മുടെ മാസ് കൂടുമോ? ഇല്ല. ലിഫ്റ്റിൻ്റെ മാസ് കൂടുമോ? ഇല്ല. മാസം എന്ന് പറഞ്ഞാൽ വെയിറ്റ് അല്ല കേട്ടോ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു
ഗ്രാവിറ്റിയാണ് വെയിറ്റ്. മാസും ഗ്രാവിറ്റിയും കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴാണ് വെയിറ്റ് കിട്ടുന്നത്. വെയിറ്റ് വേറെ മാസ് വേറെ. വെയിറ്റ് ചേഞ്ച് ചെയ്യും. ഭൂമിയിലെ വെയിറ്റ് ചന്ദ്രന് ചെയ്യുമ്പോൾ മാറും, കുറയും. പക്ഷെ മാസ് കുറയത്തില്ല, മാസ് റിമെയിൻ സെയിം. വായിച്ചേ കേൾക്കട്ടെ. 90 മുതൽ 94 വരെ. 90. When a convex lens is placed in water, its focal length increases. 91. Voice of two persons can be recognized by its quality. 92. The scale which never shows negative values. Kelvin scale. 93. Monsoon and trade winds are based on the principle of convection. 94. What will be the effect of a moving lift on a person's mass? Remains constant. യെസ്, സഞ്ജുഷ് മോൾ വായിച്ചേ. 90. When a convex lens is placed in water, its focal length increases. 91. Voice of two persons can be recognized by its quality. 92. The scale which never shows negative are Kelvin scale. 93. Monsoon and trade winds are based on convection, on the principle of convection. 94. What will be the effect of a moving lift on a person's mass? സരി വായിച്ചേ. Constant. When a convex lens is placed in water, its focal length increases. Voice of two persons can differentiate because of the different quality. Scale which shows negative values, Kelvin scale. Monsoon and trade winds are based on the principle of convection. What will be the effect of a moving lift on a person's mass? It remains constant. എനി ഡൗട്ട്? പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? കൺവെക്ഷൻ. Convection. ദ്രാവകങ്ങളിൽ Okay, sir. ചൂട് അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ വൈദ്യുതി കടന്നു പോകുന്ന ഫിനോമിന, പ്രക്രിയയാണ് നമ്മളെന്ന് പറയുന്നത് കൺവെക്ഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിനെ സംവഹനം എന്ന് പറയും. സംവഹനം. പിന്നെ റേഡിയേഷൻ. എന്താണ് റേഡിയേഷൻ? സൂര്യനിൽ നിന്ന് ചൂട് ഭൂമിയിലേക്ക് എത്തുമ്പോൾ വായുവും തണുക്കും. ചൂടാവും. എങ്ങനെ ചൂടാകും? വായുവിൻ്റെ ഒരു തന്മാത്രയിൽ ഉണ്ടാകുന്ന ചൂട് മറ്റൊരു തന്മാത്രയിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ വാതകങ്ങളിൽ ചൂട്, തണുപ്പ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഫിനോമിനയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. എന്താണ് റേഡിയേഷൻ? അത് വാതകം. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിക്വിഡ് മോളിക്യൂൾ ചൂടടിക്കുമ്പോൾ ലിക്വിഡ് മോളിക്യൂളിന് എനർജി കിട്ടും, എനർജി കൂടും. അങ്ങനെ എനർജി കൂടാകുമ്പോൾ എന്ത് ചെയ്യും? അത് ആ ലിക്വിഡ് മോളിക്യൂൾ പറന്നു പോകും. അതിനെയാണ് എവാപ്പറേഷൻ എന്ന് പറയുന്നത്. ലിക്വിഡ് മോളിക്യൂളിന് ഇത് എനർജി ഓഫ് ദ ലിക്വിഡ് മോളിക്യൂൾ ഇൻക്രീസസ്. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു പരിധി വരെ എത്തുമ്പോൾ അത് പറന്നങ്ങും. അതിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? Sir. യെസ്. നെക്സ്റ്റ് 95. At the center of a bar magnet, ഒരു ബാർ മാഗ്നറ്റിന്റെ സെന്ററിൽ നടുക്ക്, the magnetic force of attraction is dash. ഒരു ബാർ മാഗ്നറ്റിന്റെ പ്രത്യേകത എന്താ? ഒരു ഭാഗം നോർത്തും ഒരു ഭാഗം സൗത്തുമായിരിക്കും. അങ്ങനെ അതിന്റെ സെന്ററിൽ അതിന്റെ മാഗ്നറ്റിക് അട്രാക്ഷൻ എന്തായിരിക്കും എന്നാ ചോദ്യം. എന്താണ്? 0. അത് നോർത്തും അല്ല സൗത്തും അല്ല. 0. The center of the bar magnet is 0. Central force of attraction. The quartz crystals. Quartz crystals എന്ന് പറഞ്ഞാൽ ഒരു തരം വാച്ചിൽ ഉപയോഗിക്കുന്ന ക്രിസ്റ്റലാണ് ക്വാർട്സ് ക്രിസ്റ്റൽസ്. ക്വാർട്സിൻ്റെ വാച്ച് കണ്ടു കാണുന്നത്. ക്വാർട്സ് ഇൻ ദ വാച്ച് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. ഏത് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്വാർട്സ് ക്രിസ്റ്റൽസ് പ്രവർത്തിക്കുന്നത്? എന്താണ്? പിസോ ഇലക്ട്രിസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ ഒരു പ്രത്യേകത എന്താ? അതിനകത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട?
ക്വാർട്സ് വാച്ചിന് ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടതില്ല, പിസോ ഇലക്ട്രിസിറ്റി മതി. ക്വാർട്സ് 96. അടുത്ത 97 ഏതാണ്? ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ വെഹിക്കിൾ പ്രൊഡ്യൂസ് വൺ ഓഫ് ദ ഫോളോയിങ് എക്സോസ്റ്റ്. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ വെഹിക്കിൾ താഴെ പറയുന്ന എന്താണ് പുറപ്പെടുവിക്കുന്നത്? H2 എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറാണ്. അതിന് സാധ്യതയുണ്ടോ എന്ന് നോക്കൂ. സർ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയൂ. ഹൈഡ്രജൻ ഫ്യൂവൽ, ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന വെഹിക്കിൾ എന്താണ് അതിൻ്റെ എക്സോസ്റ്റ് ആയിട്ട് പുറപ്പെടുവിക്കുന്നത്? പുറത്തേക്ക് എന്താണ് തള്ളുന്നത്? സാധാരണ നമ്മൾ കൈനറ്റിക് ഹോണ്ട ഓടിച്ചാൽ പുറത്തേക്ക് തള്ളുന്നത് എന്താണ്? കാർബൺ മോണോക്സൈഡാണ്. കാർബൺ മോണോക്സൈഡ്. ഓക്കെ. ഇവിടെ ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിക്കുന്ന വെഹിക്കിളിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നത് എന്താണ് ചോദ്യം? എന്താണ്? ഹൈഡ്രജൻ മോണോക്സൈഡ് ആയിരിക്കും. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് പുറത്തേക്ക് തള്ളുന്നത്. H2O വാട്ടറാണ് പുറത്തേക്ക് വരുന്നത്. മനസ്സിലായോ? ഹൈഡ്രജൻ പുറത്തേക്ക് വരുമ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി കലർന്നുകൊണ്ട് വാട്ടർ വേപ്പറാണ് പുറത്തേക്ക് പോകുന്നത്. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. മനസ്സിലായോ? CH4 എന്ന് പറഞ്ഞാൽ നോക്കളെ, NH3 എന്ന് പറഞ്ഞാൽ അമോണിയ അല്ലേ? NH3 അമോണിയ അല്ലേ? NH4 എന്ന് പറഞ്ഞാൽ അമോണിയം. CH4 എന്ന് പറഞ്ഞാൽ എന്താ? CH4 എന്ന് പറഞ്ഞാൽ മീഥൈൻ. എങ്ങനെ എഴുതും? METHANE എന്ന് എഴുതും. മീഥൈൻ. പിന്നെ നോക്കട്ടെ, സാരില്ല. മീഥൈൻ. എഴുതിക്കോ, ചിലപ്പം അതൊക്കെ കയറി ചോദിച്ചാൽ തോന്നും. NH4 മീഥൈൻ, NH5 അമോണിയ അല്ലേ? NH4 എന്ന് പറഞ്ഞാൽ അമോണിയം, NH3 അമോണിയ. ഓക്കെ ഓക്കെ. CH4 എന്ന് പറഞ്ഞാണ് മീഥൈൻ. NH3 അമോണിയ, NH4 അമോണിയം. CH4 എന്ന് പറഞ്ഞാൽ മീഥൈൻ. H2O എന്ന് പറഞ്ഞാൽ വാട്ടർ. പിന്നെ അതിനകത്ത് എന്താ പറയാനുള്ളത്? H2O2 അല്ലേ? H2CO3. H2O2 എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് ആ ഓയുടെ രണ്ട് കണ്ടിട്ടാണ് പെർ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. Is it clear? Sir. Yes. The term radioactivity was coined by Dash. Radioactivity എന്ന് പറയുന്ന പദം ആദ്യമായി സംഭാവന ചെയ്ത ആരാണ്? മേരി ക്യൂറി. ഹെൻറി ബെക്കറൽ എന്താ സംഭാവന ചെയ്തേ? ഹെൻറി ബെക്കറൽ എന്താ? ആറ്റം ബോംബിന്റെ പ്രിൻസിപ്പിൾ അല്ലേ? ഹെൻറി ബെക്കറൽ.
യെസ്. ഓക്കെ, റെഡി? വായിച്ചേ കേൾക്കട്ടെ. At the center of the bar, magnetic force of attraction is 0. 96. Quartz crystal in watches work on the principle of piezoelectricity. 97. Hydrogen fuel cell vehicle produce one of the following exodes, H2O. 98. The term radioactivity was coined by Marie Curie. മക്കളെ ഇത് ടേം 95. At the center of the bar, the magnetic force of attraction is 0. 96. Quartz crystal in watches work on the principle of piezoelectricity. 97. Hydrogen fuel cell vehicles produce one of the exhaust, H2O. 98. The term radioactivity was coined by Marie Curie. ആർക്കാൾ വായിച്ചേ? At the center of a bar magnet, the force of attraction is 0. Quartz crystals in watch works at the principle of piezoelectricity. Hydrogen fuel cell vehicles emit water. The term radioactivity turned by Marie Curie. ഈ ഹെൻറി ബെക്കറലുമായി ബന്ധപ്പെട്ട് റേഡിയോ ആക്റ്റീവായി ബന്ധപ്പെട്ട് ഹെൻറി ബെക്കറിൻ്റെ പേരുണ്ട് കേട്ടോ. ആ ഒരു റിസർച്ച് ടീമിൽ മേരി ക്യൂറിയാണ് ഇതിനകത്ത് റേഡിയവും പൊളോണിയവും കേട്ടോ, റേഡിയം പൊളോണിയം എന്നിവ കണ്ടുപിടിച്ചത് മേരി ക്യൂറിയാണ് കേട്ടോ.